കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല. ആഭ്യന്തരം അമിത്ഷായ്ക്ക് തന്നെ. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ധനകാര്യം നിർമ്മല സീതാരാമനും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കറും തുടരും. JP നദ്ദയ്ക്ക് ആരോഗ്യമന്ത്രി സ്ഥാനം കൊടുക്കും. സുരേഷ് ഗോപി പെട്രോളിയം, സാംസ്കാരികം, ടൂറിസം സഹമന്ത്രിയാകും. ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം, ഫിഷറീസ് സഹമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദർശ്, വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഏതൊക്കെ പുതുമുഖങ്ങൾക്ക് ഈ തവണ പരിഗണന ലഭിച്ചിട്ടുണ്ട്? അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാണ്? നേരത്തെ തുടരുന്ന വകുപ്പുകളിൽ മുതിർന്ന BJP നേതാക്കൾ ഇപ്പോഴും ആ വകുപ്പ് തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കഴിഞ്ഞ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിലൊന്നും കാര്യമായ മാറ്റമില്ല. മൂന്നാം മോദി മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായി അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി എന്നിവർ തങ്ങൾ നേരത്തെ കൈവശം വെച്ചിരുന്ന വകുപ്പുകളിൽ തന്നെ തുടരും. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരുമ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാകും. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതത്തിലും തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ തുടരുന്നു. മന്ത്രിസഭയിലേക്ക് എത്തിയ പാർട്ടി അധ്യക്ഷൻ JP നദ്ദ, അദ്ദേഹം ആരോഗ്യ മന്ത്രിയാകും. നേരത്തെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. റെയിൽവേയിലും റെയിൽവേ ആൻഡ് IT-യിൽ അശ്വിനി വൈഷ്ണവ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് റെയിൽവേ ആൻഡ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന ഇതിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ, മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കൃഷി മന്ത്രാലയം. കർഷക സമരം ഉൾപ്പെടെ വിവാദമായ കർഷക നിയമങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ സർക്കാരിൽ കൃഷി മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ആ കൃഷി മന്ത്രാലയത്തിന്റെ ചുമതലയിലേക്ക് BJP അവരുടെ ഏറ്റവും ജനകീയനായ നേതാവിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ നഗരവികസന, ഊർജ ഈ വകുപ്പുകളുടെ ചുമതലയായിരിക്കും വഹിക്കുക. പീയൂഷ് ഗോയലിന്റെ പേര് ധനമന്ത്രാലയത്തിലേക്ക് പോലും പരിഗണിച്ചിരുന്നതാണ്. എന്നാൽ അദ്ദേഹം വാണിജ്യ മന്ത്രാലയത്തിന്റെ ചുമതലയായിരിക്കും വഹിക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന മൻസുഖ് മാണ്ഡവ്യ ഈ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ജനതാദൾ S നേതാവ് HD കുമാരസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഉരുക്ക്, ഖനവ്യവസായ ഈ മന്ത്രാലയങ്ങളുടെ ചുമതലയാണുള്ളത്. ഇത് സംബന്ധിച്ച് നേരത്തെ BJPയും JDSും തമ്മിൽ ആശയവിനിമയം നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗുജറാത്ത് BJP അധ്യക്ഷനും മോദി ക്യാബിനറ്റിൽ ഇടം നേടുകയും ചെയ്ത CR പാട്ടീലിനാണ് ജൽശക്തിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. റാംമോഹൻ നായിഡു, തെലുങ്ക് ദേശത്തിന്റെ പ്രതിനിധിയായ റാംമോഹൻ നായിഡുവിനാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതല. കിരൺ റിജിജുവിന് ന്യൂനപക്ഷ ക്ഷേമത്തിനൊപ്പം പാർലമെന്ററി കാര്യവും മന്ത്രാലയത്തിന്റെ ചുമതല കൂടി നൽകിയിരിക്കുകയാണ്. ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ മന്ത്രിസഭയിലെ പോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ചുമതല മോദിയുടെ മൂന്നാം മന്ത്രിസഭയിലും വഹിക്കുന്നത്. ജിതിൻ റാം മാഞ്ചി ഇൻഡസ്ട്രീസിന്റെ ഇതാണ്. MSME എന്ന് പറയുന്ന വകുപ്പാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവുമായ ജിതിൻ റാം മാഞ്ചി വഹിക്കുന്നത്. ചിരാഗ് പാസ്വാന് കായിക വകുപ്പ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ അനുരാഗ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് കായിക വകുപ്പ്. അതിലേക്ക് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് നേതാവ് ചിരാഗ് പാസ്വാനാണ് വന്നിരിക്കുന്നത്. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ ചുമതലയിലേക്ക് അന്നപൂർണ ദേവിയാണ് വന്നിരിക്കുന്നത്. അസാമിൽ നിന്നുള്ള മുതിർന്ന നേതാവും മുൻ ആസാം മുഖ്യമന്ത്രിയുമായ സർബാനന്ദ സോനോവാളിന് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനാണ് സാംസ്കാരികം, ടൂറിസം വകുപ്പുകളുടെ ക്യാബിനറ്റ് ചുമതല. ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ മന്ത്രിസഭയിൽ പരിസ്ഥിതി മന്ത്രാലയമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലയുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യ ചുമതലയുണ്ടായിരുന്ന പ്രഹ്ലാദ് ജോഷിക്ക് ഈ മന്ത്രിസഭയിൽ ഭക്ഷ്യവകുപ്പിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. റാവു ഇന്ദർജിത് സിംഗ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായ അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്ലാനിംഗ്, സാംസ്കാരികം വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ജിതേന്ദ്ര സിംഗിന് കഴിഞ്ഞ മന്ത്രിസഭയിലെ പോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒപ്പം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെയും ചുമതല നൽകിയിരിക്കുന്നു. അർജുൻ റാം മേഘ്വാളിന് നിയമവകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ്. ജാദവ് പ്രതാപ് റാവു, ഗൺപത് റാവു, ശിവസേന അടക്കമുള്ളവർ നേരത്തെ ചില വകുപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു. അത്തരം തർക്കങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ്
അദ്ദേഹത്തിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സ്വതന്ത്ര ചുമതല നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ കാര്യത്തിനൊപ്പം അദ്ദേഹത്തിന് ഫിഷറീസ് മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്ഥാനം കൂടി നൽകിയിരിക്കുന്നു. തൃശൂർ MP സുരേഷ് ഗോപിക്ക് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം സഹമന്ത്രി സ്ഥാനങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള വിജ്ഞാപനത്തിലൂടെ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ ഓരോ മന്ത്രിമാർക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജേഷ്. ആദർശാണ് വിവരങ്ങൾ നൽകിയത്.